സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, നിങ്ങൾ പുതിയ ആകാശത്തെക്കുറിച്ചും പുതിയ ഭൂമിയെക്കുറിച്ചും കേട്ടിട്ടുണ്ടോ? അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ഭൂമിയുടെ അവസ്ഥ എന്താകും? നമ്മൾ ഇപ്പോൾ വസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയും ആകാശവും എന്തായിത്തീരും? സമുദ്രത്തിന് എന്ത് സംഭവിക്കും? തിരുവചനത്തിൽ നിന്നും ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കുക. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണിത്. ആ ഭൂമിയിലാണ് നാം ആയിരിക്കുന്നത്. നോഹയുടെ കാലത്ത് ഈ ഭൂമിയിലുള്ള സമസ്തവും ദൈവം നശിപ്പിച്ചു. കാരണം എന്തെന്നറിയാമോ? ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതായും ദൈവം കണ്ടു. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നതിനാൽ താനും കുടുംബവും രക്ഷ പ്രാപിച്ചു. നോഹയോട് ദൈവം പെട്ടകമുണ്ടാക്കുവാൻ കൽപ്പിച്ചപ്പോൾ നോഹ വിശ്വസിച്ച് പെട്ടകം ഉണ്ടാക്കി. അതുവരെ മഴ എന്തെന്ന് നോഹയ്ക്ക് അറിയുമായിരുന്നില്ല. കാരണം യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല. ഭൂമിയിൽ നിന്നും മഞ്ഞുപൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. നോഹയും കുടുംബവും പെട്ടകത്തിൽ കടന്നു. ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. ആഴിയുടെ ഉറവുകൾ തുറന്നു. ഭൂമിയിൽ മഴ പെയ്തു. വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി. ആകാശത്തിന് കീഴെങ്ങുമുള്ള ഉയർന്ന പർവ്വതമൊക്കെയും മൂടിപ്പോയി. പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തിഴയുന്ന എല്ലാ ഇഴജാതിയുമായി പൂജരജടമൊക്കെയും സകല മനുഷ്യരും നശിച്ചുപോയി. നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ചുള്ള അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ആ വചനം ഒന്ന് വായിക്കാം. പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. ഒരു വചനം കൂടി ചേർന്ന് വായിക്കാം. കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇപ്പോൾ നാം വസിക്കുന്ന ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് നാം കാണുന്നു. ഭൂമി എല്ലാ കാലവും ഇങ്ങനെ നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഉണ്ട്. എന്നാൽ യെശയ്യാ പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഭൂമി അശേഷം നിർജ്ജനമായും കവർച്ചയായും പോകും. യഹോവയല്ലോ ഈ വചനം അരുളി ചെയ്തിരിക്കുന്നത്. ഭൂമി ദുഃഖിച്ച് വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ച് വാടിപ്പോകുന്നു. ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു. ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ചു നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. ദ്രോഹികൾ മഹാദ്രോഹം ചെയ്തിരിക്കുന്നു എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലോകത്ത് പലയിടങ്ങളിലും ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാവുകയും ഭൂമി വിണ്ടുകീർന്നതായി കാണപ്പെടുകയും ഭൂമിയുടെ അടിഭാഗത്തു നിന്ന് മുഴക്കം കേൾക്കുകയും ചെയ്യുന്നു എന്നൊക്കെ നാം വാർത്തകളിൽ കേൾക്കാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ജനം പരിഭ്രാന്തരാവുകയും ചെയ്യുന്നു.
പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കത്താൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. മാത്രവുമല്ല, ഐസ്ലാൻഡ് മുതലായ പ്രദേശങ്ങളിൽ അഗ്നിപർവ്വതമുണ്ടായിട്ട് അനേകർ താങ്കൾക്കുള്ളതൊക്കെയും ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടതാണല്ലോ. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമി പൊടുപൊടെ പൊട്ടുന്നു. ഭൂമി കിടുകിടെ കീറുന്നു. ഭൂമി കിടുകിടെ കിടുങ്ങുന്നു. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. കാവൽമാടം പോലെ ആടുന്നു. അതിൻ്റെ അകൃത്യം അതിൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. അത് വീഴും, എഴുന്നേൽക്കുകയുമില്ല. യെശയ്യാ പ്രവചനം 24-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനങ്ങളാണ് ഇത്. ഭൂവാസികളുടെ അതിക്രമ നിമിത്തമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പുതിയ ഭൂമിയെക്കുറിച്ച് വചനം നമ്മെ അറിയിക്കുന്നത് എന്താണെന്ന് നോക്കാം. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി ഇല്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളിച്ചെയ്യുന്നു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പ്രിയരെ, പുതിയ ഭൂമിയുടെ പ്രത്യേകത എന്തെന്നറിയാമോ? ദൈവം മനുഷ്യരോടുകൂടെ വസിക്കും. ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന കണ്ണുനീരോ കഷ്ടതയോ ദുഃഖമോ നിലവിളിയോ ഒന്നും അവിടെ ഉണ്ടാവുകയില്ല. ദൈവം അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ എല്ലാം തുടച്ചു കളയും എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലത്തവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയില്ല. അടുത്ത വചനം ശ്രദ്ധയോടെ കേൾക്കുക. ഞാൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പിൻ. ദൈവം സൃഷ്ടിക്കുന്ന പുതിയ ഭൂമിയെക്കുറിച്ച് അത് എത്ര മനോഹരമായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ നാം വസിക്കുന്ന ഭൂമി എത്ര സുന്ദരമാണ്. ആകാശം നിറയെ നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ഭംഗിയാർന്ന മേഘങ്ങൾ, സമുദ്രം, പർവ്വതങ്ങൾ, മലനിരകൾ, പുഴകൾ, തോടുകൾ, ഏറ്റവും ഭംഗിയാർന്ന താഴ്വരകൾ, ജീവജാലങ്ങൾ, പക്ഷികൾ, വൃക്ഷങ്ങൾ, ചെടികൾ, പുഷ്പങ്ങൾ എല്ലാം എത്രയും വിസ്മയം ഉളവാക്കുന്നതും അത്ഭുതവുമാണ് എന്ന് ഓർക്കാം. ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന പുതിയ ഭൂമി എത്ര മനോഹരമായിരിക്കും എന്ന് ചിന്തിക്കാം. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ഭൂമിയും ആകാശവും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിലെ 22-ാം വചനമാണിത്. നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. പുതിയ ഭൂമിയിൽ ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും. പുള്ളിപ്പുലി കോലാട്ടുകൂട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും. അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പോതിങ്കൽ കളിക്കും. മുലകൊടു മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. അതായത് ആരും ഒന്നിനെയും ഉപദ്രവിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭയപ്പെടേണ്ട കാര്യവുമില്ല. ശ്രദ്ധിക്കുക, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങൾ ആണിത്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് ഈ വചനങ്ങൾ. പ്രിയമുള്ളവരെ, ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നുകൊണ്ട്
വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവരായി, കറയും കളങ്കവും ഇല്ലാത്തവരായി നമുക്ക് ജീവിക്കാം. ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, ഇത്രയും കാലങ്ങളായിട്ടും ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇതൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ കേൾക്കുക, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആയതിനാൽ ദീർഘക്ഷമ കാണിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. ദൈവം തൻ്റെ വാഗ്ദത്തം നിർവഹിക്കും, നിശ്ചയമാണ്. പ്രിയരെ, വചനം കേൾക്കുന്ന നിങ്ങൾ അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായി തീരുക. ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ നീരുറവയിൽ നിന്നും സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കാം. ഓരോരുത്തരും അവനവൻ്റെ ജീവിതം ഒന്ന് പരിശോധിക്കുക. നിങ്ങളിലുള്ള നന്മയും തിന്മയും തിരിച്ചറിയുക. തിന്മകൾ ഉപേക്ഷിക്കുക. ന്യായമായുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. യഥാർത്ഥ ദൈവപതലാകുവാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് ജീവിക്കാം. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ ജീവിക്കുക. പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എൻ്റെ അന്തരംഗവും ഹൃദയവും പരിശോധിക്കണമേ. എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. എൻ്റെ ജീവനെ കാത്ത് എന്നെ രക്ഷിക്കണമേ. നിൻ്റെ ജനത്തെ രക്ഷിച്ച് നിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ.